എന്റെയും നിന്റെയും ഈമാനിന്റെ വെളിച്ചത്തിനു വേണ്ടി, എന്റെയും നിന്റെയും പാരത്രിക മോക്ഷത്തിന്റെ വിജയത്തിനു വേണ്ടി, ആഖിറത്തിലെ വിജയത്തിനു വേണ്ടി എന്നെയും നിന്നെയും കൈപിടിച്ചുയർത്തിയിട്ട് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങോട്ട് അക്രമം ചെയ്യുന്നവരോട് പോലും അവിടെ നിന്നൊരു വേദന പ്രകടിപ്പിച്ചില്ല. നോട്ടം കൊണ്ട് പോലും അവരെ വേദനിപ്പിച്ചില്ല. എപ്പോഴാ പറയുന്നത് എന്നറിയോ? എല്ലാ അക്രമങ്ങളും അഴിച്ചുവിട്ട മക്കയിലെ മുശ്രിക്കീങ്ങൾ, ആ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ മക്കം ഫതഹിന്റെ ദിവസം മക്ക കയ്യിലേക്ക് എത്തിയപ്പോ എല്ലാ അക്രമങ്ങളെയും മറികടന്നിട്ട് മക്കയുടെ ഭരണം കയ്യിലേക്ക് എത്തിയപ്പോ അവരോട് പറഞ്ഞ വാക്കാണ്, എവിടെ എന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കൊടൽമാലയിട്ടവൻ വരട്ടെ, അവന്റെ ശിക്ഷ ഇപ്പൊ പ്രഖ്യാപിക്കാം. അങ്ങനെയാണോ? അല്ല, അങ്ങനെയാണല്ലോ ചിലപ്പോ നമ്മളെ നാട്ടിലെ ഭരണങ്ങൾ. തെരഞ്ഞെടുപ്പ് വരട്ടടാ, കഴിയുമ്പോ കാണിച്ചു തരാം. അല്ലെങ്കിലോ തെരഞ്ഞെടുപ്പ് വരട്ടടാ, വിജയിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഞങ്ങളെ ഭരണം വരട്ടെ, അപ്പൊ തരാം. ഈ ചിന്താഗതിയല്ലേ ഏത് പ്രവർത്തകന്റെയും മനസ്സിലുള്ളത്, ഏത് പ്രവർത്തകന്റെയും രാഷ്ട്രീയക്കാരന്റെയും മൈൻഡിലുള്ളത്. എന്നാ രാജ്യത്തിന്റെ ഭരണം കയ്യിലേക്ക് കിട്ടിയ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജ്യത്തിന്റെ ഭരണം കയ്യിലേക്ക് കിട്ടിയപ്പോ പ്രഖ്യാപിച്ചത് എന്താണ്? എവിടെ എന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ കൊന്നുകളഞ്ഞവർ, എവിടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം പറഞ്ഞവർ, എവിടെ എനിക്കെതിരെ പോപ്രാട്ടം കാണിച്ചവർ, എവിടെ എനിക്കെതിരെ ചീത്ത വിളിച്ചവർ, എവിടെ എന്നെ ഭ്രാന്തനാണെന്ന് പറഞ്ഞവർ, എവിടെ എന്നെ കുറ്റപ്പെടുത്തിയവർ, ഒരാളെയും ഞാൻ വെറുതെ വിടൂല. എല്ലാവരെയും കോടതിയിൽ വെച്ച് കാണാമെന്നാണോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഭരണം കിട്ടിയപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപനം, ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ നിങ്ങളെ വഴിയിലേക്ക് പോയിക്കോളൂ, നിങ്ങളെല്ലാരും മോചിതരാ. ഇങ്ങോട്ട് അക്രമം ചെയ്യുന്നവരോടും അങ്ങോട്ട് വെറുപ്പില്ലാത്ത മനസ്സ്, ഇങ്ങോട്ട് അക്രമം അയച്ചുവിട്ടവരോടും അങ്ങോട്ട് പ്രതിരോധം തീർക്കാത്ത മനസ്സ്, അങ്ങോട്ട് വെറുപ്പ് കാണിക്കാത്ത മനസ്സ്, ആ മനസ്സല്ലേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ്. ആ മനസ്സാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ ഹബീബായ നബിയേ, അങ്ങ് ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ, ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഖിയാറുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെടേണ്ടവരാരാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവം അവന്റെ കുടുംബത്തോട് കാണിക്കുന്നവന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതാണ്, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാരാണോ അവനാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെടേണ്ടവൻ, അവനാണ് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ സ്വഭാവം ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയതാ ഞാൻ പറഞ്ഞത്. ഏറ്റവും സംക്ഷിപ്തമായ, ഏറ്റവും ഉന്നതമായ സ്വഭാവം, അതിന്റെ മേലെ ഒരു സ്വഭാവം പറയാനില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് മഹത്തായ ഉന്നതമായ സ്വഭാവത്തിന്റെ മേലെയാണ് നബിയേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയാണ്. ആ ഒരു സ്വഭാവം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. ആ ഒരു സ്വഭാവം നമ്മളെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കി എടുക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്, നമ്മളെ പാരക്ഷീത്രിക ലോകത്തെ ജീവിതത്തിലെ മോക്ഷത്തിന് അനിവാര്യമാണ്. നമ്മളെ സ്വഭാവം നന്നാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി മാറണം. അതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ ഖുൽ അങ്ങ് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കണം. അവിടുത്തെ സ്വഭാവത്തിൽ നമ്മൾ പിൻപറ്റണം, അവിടുത്തെ ശൈലിയെ നമ്മൾ പിൻപറ്റണം, അവിടുത്തെ നോട്ടത്തെ നമ്മൾ പിൻപറ്റണം. അതുകൊണ്ടാണ് നമ്മൾ കണ്ണുകൊണ്ട് ഹറാമ് നോക്കരുത് എന്ന് പറയുന്നത്. അവിടുന്ന് ഇഷ്ടപ്പെടാത്തത്, അവിടുന്ന് വിരോധിച്ചത്, അവിടുന്ന് കറാഹത്താണെന്ന് പഠിപ്പിച്ചത് നമ്മളെ കണ്ണുകൊണ്ട് നോക്കരുത്. അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. അതുകൊണ്ടാ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഇത്തിബാഉ സുന്നah. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അത് ഇത്തിബായിലൂടെ നമുക്ക് കാണിക്കാൻ കഴിയണം. അതെങ്ങനെ ഇത്തിബായി ചെയ്യല്? ഏത് സമയത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് കാണിച്ചു തന്ന ഓരോ മേഖലയിലെയും പ്രവർത്തനങ്ങൾ അത് ജീവിതത്തിൽ പിൻപറ്റി ജീവിക്കുക എന്ന് പറയുന്നതാണ്. 63 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു വിശ്വാസിക്കല്ല അവിശ്വാസിക്കെങ്കിലും അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച്, അവിടുത്തെ ശൈലിയെക്കുറിച്ച്, അവിടുത്തെ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയാൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടായോ? ഏതെങ്കിലും ഒരു തവണ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ശൈലിയെക്കുറിച്ച് ഒരു മോശം പറയാനുണ്ടായോ? ഇല്ല. എത്രത്തോളം കുട്ടിയായിരുന്ന കാലത്ത് പോലും അൽ അമീൻ എന്ന സ്ഥാനപ്പേര് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വഫാത്ത് വരെ നിലനിർത്താൻ സാധിച്ചു. ഒരു തവണ പോലും അങ്ങ് പറയുന്നത് കളവാണ് എന്ന് പറയാൻ അവർ സാധിച്ചില്ല. കാരണം അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട ആ നേതാവിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കളവ് അവർ അനുഭവിച്ചിട്ടില്ല. എത്രത്തോളം കുട്ടിക്കാലത്ത് പോലും കളവില്ലാത്ത ജീവിതം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, നമ്മളെ മക്കളെ നമ്മൾ അങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്. തമാശക്ക് പോലും മക്കളോട് കളവ് പറയുന്നത്, തമാശക്ക് പോലും മക്കളോട് കളവ് പറയരുത്. കഴിയാത്തത് ചെയ്യുമെന്നവരോട് പറഞ്ഞേക്കരുത്. കാരണം വാക്കിന്റെ വില സ്വന്തം ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും പഠിക്കണം മക്കള്. ആ മക്കൾക്കൊരിക്കലും ബാപ്പ പറഞ്ഞത് എന്തായാലും ചെയ്യൂല എന്ന് തോന്നുന്ന ഒരു ശൈലി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകരുത്. തൽക്കാലം കഞ്ഞി കുടിക്കാൻ വേണ്ടി പറയാ, മോനെ കഞ്ഞി കുടിച്ചാൽ എന്നെ കൂട്ടിയിട്ട് അങ്ങാടിയിൽ പോകുമെന്ന് പറയാം. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാൻ ഉണ്ടാവൂല. അങ്ങനെ കളവ് പറയരുത് മക്കളോട്. അപ്പൊ ആ കുട്ടികൾ കളവ് ജീവിതത്തിൽ പഠിച്ചെടുക്കും. കഞ്ഞി കുടിക്കാൻ വേണ്ടി താൽക്കാലികമായി പോലീസ് വരുമെന്ന് പറയാം. എന്തിന്റെ പേരിൽ? കഞ്ഞി കുടിക്കാത്തതിന്റെ പേരിൽ. ഇവര് ചിന്തിക്കുന്നില്ലല്ലോ, ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ മക്കൾ നമ്മളെക്കാളൊക്കെ തിരുവാടുള്ള കുട്ടികളാ. അവരോട് കഞ്ഞി കുടിച്ചില്ലേ പോലീസ് വരും എന്ന് പറയുമ്പോ അവർ കേൾക്കാതെ പറയും, നിങ്ങൾ എന്നെ കഞ്ഞി കുടിപ്പിച്ചാ പട്ടാളവും വരും. കാരണം ഏത് പോലീസാണോ വരും അതുപോലത്തെ പട്ടാള അവരെ കയ്യിലോ. ആ കുട്ടികളോട് കള്ളം പറഞ്ഞ് കഞ്ഞി കുടിപ്പിച്ച് താൽക്കാലികമായി കുട്ടിയുടെ വയറ്റിൽ എങ്ങനെങ്കിലും കഞ്ഞി എത്തിക്കണം എന്ന് വിചാരിച്ച് ആ കുട്ടിയെ കള്ളം പറയുന്നത് പഠിപ്പിച്ചാൽ ഭാവിയിൽ കളവ് പറയുന്നതിന് മടിയില്ലാത്ത മക്കളായി അവര് മാറി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുനാഫിഖീങ്ങളുടെ അടയാളം എണ്ണി പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഭാവമാണ് കള്ളം പറയുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സ്വന്തം മക്കളോട് കള്ളം പറയുന്നവരാകരുത്. സ്വന്തം മക്കളോട് കള്ളം പറയുന്നവരാകരുത്. അതേ സ്ഥാനത്ത് മക്കളോട് എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തു, പക്ഷേ വിചാരിച്ചതുപോലെ നടന്നില്ല. അതിന്റെ പേരിൽ കള്ളം എന്ന് പറയില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് കഴിയൂന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആ സമയത്ത് കഴിയാത്തതുകൊണ്ട് ചെയ്തില്ലെങ്കിൽ അവരോട് പറയണം, മക്കളെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച വഴികൾ തുറക്കാത്തത് കൊണ്ടാണ്, തുറന്നാ ഞാൻ ചെയ്തു തരൂന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വിലയില്ല എന്ന് മനസ്സിലാക്കി ആ മക്കളും ജീവിതത്തിൽ കള്ളം പറയുന്ന സ്വഭാവം പഠിച്ചെടുക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ കള്ളം പറയുന്നവനാണെങ്കിൽ കള്ളം പറയുന്നവന്റെ ആ സംസാരത്തിന്റെ നാറ്റം കൊണ്ട് മലക്കുകൾ പോലും വിദൂരത്ത് പോയി കളയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും വളരെ നിസ്സാരമായ സംഗതിയാണ്. ചിലർക്ക് അതൊരു നടപ്പാണ്. എന്തെങ്കിലും ബിസിനസ് ചെയ്യണേ കള്ളം പറഞ്ഞാലേ പറ്റൂന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, കള്ളം പറഞ്ഞിട്ടേ ബിസിനസ് ചെയ്യാവൂന്ന് വിചാരിക്കുന്ന ചില ആളുകൾ. ഈ അടുത്തൊരാളെന്നോട് പറഞ്ഞു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തണേ കള്ളം പറയാണ്ട് പറ്റൂല, കള്ളം പറഞ്ഞാലേ റിയൽ എസ്റ്റേറ്റ് ആകുള്ളൂ. എങ്ങനെ കള്ളം പറഞ്ഞാലേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പറ്റുള്ളൂ? വെറുതെ തെറ്റിദ്ധാരണയാണ്. ഉറച്ച വിശ്വാസം വേണം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. എനിക്ക് അല്ലാഹു കണക്കാക്കി വെച്ച ഒരു സമ്പത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തന്നെ വന്നാലും എന്റെ ജീവിതത്തിൽ എനിക്ക് അത് നഷ്ടപ്പെട്ടു പോകൂല. നഷ്ടപ്പെട്ടു പോവോ? ഞമ്മക്ക് കണക്കാക്കിയ പൈസ നമ്മക്ക് കിട്ടാണ്ട് പോവോ? അതെത്ര തന്നെ കൈവച്ചാലും നമുക്ക് കണക്കാക്കിയത് നഷ്ടപ്പെട്ടു പോകൂല. അതേ സ്ഥാനത്ത് നമ്മളെ ജീവിതത്തിൽ എത്ര കളിച്ചാലും കിട്ടൂല എന്ന് റബ്ബ് തീരുമാനിച്ചൊരു കാര്യം നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് കണക്കാക്കിയതേ നമുക്ക് വരുള്ളൂ എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അവിടെ ഒരിക്കലും നമ്മൾ അല്ലാഹുവിനെ മറന്നു പോകുന്നവരാകരുത്. താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടി, താൽക്കാലികമായ ഒരു പുരോഗതിക്ക് വേണ്ടി, താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടി, ഞാനൊരു വലിയ കച്ചവടക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഞാനൊരു ഭയങ്കരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കള്ളം പറയുന്ന സ്വഭാവമായ ചിലപ്പോൾ താൽക്കാലികമായി അവരെ മുന്നിൽ നീ സ്റ്റാറായിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ടുള്ള നാശവും നട്ടവും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, എന്ത് തന്നെ നഷ്ടപ്പെട്ടു പോയാലും കളവ് എന്റെ നാവിൽ നിന്ന് ഞാൻ പറയൂല. ഈ ഉറച്ച വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടാകണം. എന്ത് നഷ്ടപ്പെടുമെന്ന് വന്നാലും കളവ് പറയൂല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. ഒരിക്കലും എനിക്ക് എന്റെ റബ്ബ് ഖൈറല്ലാത്തത് തരൂല എന്ന റബ്ബിനെ കുറിച്ച് നല്ല വിശ്വാസം കയ്യിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സമ്പത്ത് വേറെ പറയാനില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭൂമി ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായ ജീവിതമാണ് അല്ലേ? ഇവിടുത്തെ ജീവിതം വളരെ നിസ്സാരമായ ജീവിതമല്ലേ? അല്ലേ? ദുനിയാവിലെ ജീവിതം അത് വെറും വയല് പറയാൻ വേണ്ടി മാത്രം ഉള്ളതൊന്നുമല്ല. ചില ആളുകൾ മനസ്സിലാക്കിയത് അത് വെറും ഒരു വയലിന്റെ മേറ്ററാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോകമാണ്, അത് താൽക്കാലികമാണ് എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ മേറ്ററായിട്ട് പറയുന്നതല്ലേ? അത് യഥാർത്ഥത്തിൽ ഇത്രയും താഴ്ന്നൊരു ലോകമില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നല്ല സന്തോഷമുള്ള ഒരാള്, അയാൾക്ക് ടെൻഷനാകാൻ കുറെ മണിക്കൂർ വേണോ? നല്ല സന്തോഷമുള്ള ഒരു മനുഷ്യർ, അയാൾക്ക് ടെൻഷൻ അടിക്കാൻ കുറെ മണിക്കൂറുകൾ വേണോ? വേണ്ട. ഒരു ചെറിയ ഫോൺ കോൾ വന്നാൽ മതിയില്ലേ? എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ പേടിപ്പെടുന്ന എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാ അതോടെ എല്ലാ സന്തോഷവും പോയി അല്ലേ? മംഗലാപുരത്ത് ഞാനൊരു മരിച്ച വീട്ടിലേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ കൂടെയാണ് മരിച്ച വീട്ടിൽ പോയി. എന്നോട് പറഞ്ഞു, ഒരു മരിച്ച വീട്ടിൽ കയറാണ്ട് നിർബന്ധമായിട്ടും കയറണം. അപ്പോ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് മരിച്ച വീട്ടിലേക്ക് പോയി. മരിച്ച വീട്ടിലേക്ക് ഇരുന്ന് നോക്കുമ്പോ അലങ്കരിച്ചു വെച്ച പന്തലാണ്. അപ്പൊ ഞാനിങ്ങനെ തിരിച്ചു പഠിച്ച റബ്ബേ, ഇവിടൊക്കെ മരിച്ച ദ്വാരക്കൽ ഇങ്ങനെ പന്തലൊക്കെ കെട്ടി ഭയങ്കര അലങ്കരിക്കുവോ? ഇതെന്തായിരിക്കും പരിപാടി? ചോദിക്കാനൊരു മടി. കാരണം അവിടുത്തെ ആളുകളെ മുന്നിൽ ചോദിച്ചിട്ട് അഥവാ എന്തെങ്കിലും വിഷമായാലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും ചോദിച്ചില്ല. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി അവരുടെ വീട്ടിൽ പടിയേറുമ്പോ കൈ പിടിച്ചിട്ട് എന്നോട് ആ കൂട്ടുകാരൻ പറഞ്ഞു, ഇന്നലെയായിരുന്നു ഇവിടെ മകളുടെ വിവാഹം. ഇന്നലെ രാത്രിയിൽ ആ കുട്ടി മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പുതിയുണ്ണിയായി ഒരുങ്ങി നിന്ന പെണ്ണ് പുതുമാരിയുടെ വസ്ത്രം ധരിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്ന് തന്നെ കഫൻ തുണിയുടെ ഉള്ളിലേക്ക് കടക്കേണ്ട അവസ്ഥയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും. പുതുമാരന്റെ വസ്ത്രം ധരിച്ചു പോകുന്ന വഴിയിൽ വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ആളുകളെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് സന്തോഷമുള്ള സമയവും ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് മാറി വരും. ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ തൃക്കരിപ്പൂരിൽ പറഞ്ഞിരുന്നു, നമ്മളെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകും അല്ലേ? മനുഷ്യന്മാർക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? ഇല്ലേ? എല്ലാവരും ഹാപ്പിയാ?
അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഹാപ്പിയാണ് എപ്പോഴും വേണ്ടത്. പക്ഷെ എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ തിടുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ലോകത്തോട് വിട പറഞ്ഞു പോയ സമയം, ആ പ്രിയപ്പെട്ട മകനെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്ന സമയം, ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു എന്ന് ഹദീസിൽ കാണാം. അതാ മകനോടുള്ള കാരുണ്യമാണ്. മകന്റെ വേർപാടിന്റെ പേരിൽ, ആ കുട്ടിയുടെ വേർപാടിന്റെ പേരിലുള്ള വേദന, അത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാരുണ്യമായി കണ്ണിലൂടെ ഒലിച്ചു വന്നതാണ്. ഇത് ജീവിതത്തിൽ എല്ലാവർക്കും കടന്നു പോകാനുള്ള മേഖലകളാണ്. സന്തോഷമുള്ള സമയം ഉണ്ടാകും, ടെൻഷനുള്ള സമയം ഉണ്ടാകും. രണ്ടും അല്ലാത്ത മൂഡ് ഓഫും അല്ല, മൂഡ് ഔട്ടും അല്ല, മൂഡും അല്ല, അങ്ങനെയൊന്നും അല്ലാത്തൊരു മൂഡും ഉണ്ടാവും അല്ലേ? എയറോപ്ലെയിൻ മേടായിട്ട് വിളിച്ചാലും കിട്ടൂല, പറഞ്ഞാലും കിട്ടൂല, അങ്ങനെയൊന്നും ഇല്ല. എന്നാ ഫോൺ കളിക്കുകയും ചെയ്യാ. അങ്ങനെ ഒരു മൂഡ് ചിലപ്പോൾ ഉണ്ടാവും. ഒന്നിനും മൂഡ് ഉണ്ടാവില്ല, ഫോൺ കളിക്കാൻ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ചിലപ്പോൾ ചില മൂടുണ്ടാകാം. ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ഈ ലോകം എന്ന് പറയുന്നത് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞത് മരണം വരെ നിലനിൽക്കുന്ന ജീവിതമല്ല, മറിച്ചോ ഒരു സെക്കൻഡിലും നിലനിൽപ്പില്ലാത്ത ലോകമാണ് ഈ ലോകം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കമ്പനികളുണ്ട് ഇവിടെ, ഏതൊക്കെ വിധത്തിലുള്ള കമ്പനികളുണ്ട് ഇവിടെ. ആ കമ്പനികളിൽ നിന്ന് വിലപിടിപ്പുള്ള വലിയ ബ്രാൻഡിന്റെ വസ്ത്രം വാങ്ങിയിട്ട് നമ്മൾ ധരിച്ചാൽ ആദ്യത്തെ ദിവസം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് രണ്ടാമത്തെ ദിവസം കിട്ടാനില്ല. ആദ്യത്തെ ദിവസം കിട്ടുന്ന ക്വാളിറ്റി രണ്ടാമത്തെ ദിവസം ഉണ്ടാവോ? അത് എത്ര വലിയ ബ്രാൻഡ് ആണെങ്കിലും, എത്ര വലിയ ബ്രാൻഡ് ആണെങ്കിലും ആദ്യത്തെ ദിവസം ഉണ്ടാകുന്ന ആ ഒരു ഇംപ്രഷൻ രണ്ടാമത്തെ ദിവസം കിട്ടൂല. രണ്ടാമത്തെ ദിവസം കിട്ടിയ ഇംപ്രഷൻ മൂന്നാമത്തെ ദിവസം കിട്ടൂല. കാരണം ഈ ലോകം എന്ന് പറയുന്നത് മെയിന്റനൻസിന്റെ ലോകമാണ്, നിലനിൽക്കുന്ന ലോകമേ അല്ല. മരണം വരെ നിലനിൽക്കുന്ന ലോകമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അടുത്ത സെക്കൻഡിൽ പോലും ചിലപ്പോൾ നിലനിൽക്കാത്ത ലോകമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി, റോളക്സിന്റെ വാച്ച് ഇറങ്ങി, എത്രയാണ് വില എന്നറിയോ? $2.5 എത്ര? $2.5 ഒരു വാച്ചിന്റെ വില, അല്ലെങ്കിൽ $5 ലക്ഷം ഒരു വാച്ചിന്റെ വില. അതേ 10 ലക്ഷം ദിർഹംസ് ആണ് ഒരു വാച്ചിന്റെ വില. ഈ വാച്ച് വാങ്ങാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കും. എപ്പോഴാ സാധിക്കല്? $10 ലക്ഷം കയ്യിലുണ്ടായാൽ വാങ്ങാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിലോ $500, അത് $5 ലക്ഷം ഉണ്ടായാൽ വാങ്ങാൻ കഴിഞ്ഞേക്കും. 2.5 ലക്ഷം ദിർഹംസ് ഉണ്ടായാൽ ആ വിലപിടിപ്പുള്ള വാച്ച് വാങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അങ്ങനെയുള്ള 10ഉം 20ഉം 40ഉം വാച്ചുകൾ ചിലപ്പം വാങ്ങാൻ നമുക്ക് കഴിയും. പക്ഷേ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് വാങ്ങാൻ ഡോളറുകൾ മറിയുന്നത് കയ്യിലുണ്ടായാൽ സാധിക്കുമോ? പണത്തിന്റെ മേലെ പറക്കാത്ത പരുന്തുകളില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാ ഞാൻ ചോദിക്കുന്നത്, നിന്റെ പണത്തിന്റെ ഊക്ക് വെച്ചിട്ട് ഒരു സെക്കൻഡ് ഈ ലോകത്ത് വാങ്ങാൻ നിനക്ക് കഴിയുമോ? എനിക്ക് കഴിയുമോ? ഇല്ല ഇല്ല. ഡോളറുകൾ വില വരുന്ന വാച്ചുകൾ വാങ്ങാൻ കഴിയും. അതേ 2.5 ലക്ഷം ദിർഹംസിന് വാങ്ങിയ വാച്ച് 2 കൊല്ലം കഴിഞ്ഞ് വിറ്റാൽ 3 ലക്ഷത്തിന് വിൽക്കാൻ ചിലപ്പോ സാധിച്ചേക്കും. പക്ഷേ ആ വാച്ച് വാങ്ങാൻ സാധിച്ചാൽ പോലും മനുഷ്യ അത്ര ഉന്നത സ്ഥാനത്തേക്ക് ആ ബ്രാൻഡിനെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാച്ചിൽ നീ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സെക്കൻഡുകളെ മനസ്സിലാക്കാനാണ്, മിനിറ്റുകളെ മനസ്സിലാക്കാനാണ്, മണിക്കൂറുകളെ മനസ്സിലാക്കാനാണ്. അതിലൊരു സെക്കൻഡ് ലക്ഷങ്ങൾ ഡോളർ ചെലവഴിച്ചാലും വാങ്ങല് സാധ്യമേ അല്ല. വാങ്ങാൻ കഴിയോ? ഇല്ല. നല്ല മണിമാളിക പണിയാൻ ചിലപ്പോ സാധിച്ചേക്കും, അല്ലേ? നല്ല മണിമാളിക ഉണ്ടാക്കാൻ ചിലപ്പോ സാധിച്ചേക്കും. സൗകര്യങ്ങളാകുന്ന സൗകര്യങ്ങൾ മുഴുവനും വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ ചിലപ്പോ സാധിച്ചേക്കും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ആ വീട്ടിന്റെ ഉള്ളിൽ
ഉള്ളിൽ സമാധാനം വാങ്ങാൻ നിനക്ക് കഴിയുമോ? ഇല്ല ഇല്ല. വീട്ടിൽ കൂടിയത് മുതലേ പ്രശ്നങ്ങളാണ്, തലവേദനയാണ്, വയറുവേദനയാണ്, കച്ചവടത്തിൽ പ്രശ്നമാണ്, മക്കളിൽ പ്രശ്നമാണ്, ഭാര്യയിൽ പ്രശ്നമാണ്, എല്ലായിടങ്ങളിലും പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വീട്ടിന്റെ ഉള്ളിൽ സമാധാനം തരേണ്ടവനും അല്ലാഹ് അത് പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയൂല. ഞാനിത് പറഞ്ഞത് കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ സമാധാനം ഇല്ലാതെ വീട് മാറിയത് കൊണ്ടാണ് എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ചിലപ്പം വീടിന്റെ ഉള്ളിൽ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, ദിശ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതൊക്കെ ആരും പറഞ്ഞിട്ട് നിങ്ങളെ പൈസ നഷ്ടപ്പെടുത്തിയിട്ട് അന്ന് മൊലിയാര് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാകൂല. കാരണം എല്ലാ ഫീൽഡിലും എത്രത്തോളം നിങ്ങൾ കണ്ടില്ലേ, ഡോക്ടർ കിഡ്നി കട്ടെടുത്തു എന്ന് പത്രത്തിൽ നമ്മളെ വായിക്കുക. ഡോക്ടർ ആരാ? ഡോക്ടർ കിഡ്നിക്ക് തകരാറ് വന്നാൽ ചികിത്സിക്കേണ്ടവനാ ഡോക്ടർ. ആ ഡോക്ടർ കിഡ്നി കട്ടെടുത്തിട്ട് കേസായി പത്രത്തിൽ വായിക്കുകയാണ് നമ്മള്. ഇതുപോലെ ചിലപ്പോ ഏതെങ്കിലും മൗലിയമാരും ഉണ്ടാകും, മൗലിയമാരെ വേഷത്തിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നവരുണ്ടാകാം, എനിക്കറിയില്ല. ഒക്കെ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല അല്ലെ? ഒക്കെ കണ്ണടച്ച് വിശ്വസിക്കണം ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് വീട് വാങ്ങാൻ നമുക്ക് കഴിയും. ആ വീട്ടിനുള്ള സമാധാനം വാങ്ങാൻ കഴിയോ? വീട്ടിനുള്ളിൽ സമാധാനം വാങ്ങാൻ നമുക്ക് കഴിയോ? ഇല്ല. അവിടെ സമാധാനമായ ഒരു സെക്കൻഡിലെ ജീവിതം എനിക്ക് നിർബന്ധമായി ഉണ്ടാകണം എന്ന് വിശ്വസിക്കാനും അത് ആലോചിക്കാനും അല്ലാതെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അല്ലാഹുവാണ് മനസ്സിൽ സമാധാനം തരേണ്ടവൻ. അൻസലല്ലാഹു സകീന ഖുർആനിൽ സദ പറഞ്ഞില്ലേ, അവർക്ക് നമ്മൾ സമാധാനം നൽകി. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാൻ തസ്കുനു ഇലൈഹാ, എന്തിനാണ് അവർ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത്? അവർ അടക്കത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സന്തുഷ്ടമായ ജീവിതം കിട്ടാനോ. ആ ജീവിതം വീട് വാങ്ങാൻ കഴിഞ്ഞാലും പൈസ കൊടുത്ത് വാങ്ങാൻ റബ്ബ് തന്നില്ലെങ്കിലും സാധിക്കൂല. ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയൊരു ടെൻഷൻ അല്ലേ? കൊറോണന്റെ സമയത്ത് എല്ലാവരും ടെൻഷൻ അടിച്ചില്ലേ? ഇല്ലേ? നിങ്ങളുടെ നാട്ടിലൊന്നും ഒരു ടെൻഷനും ഇല്ലേ? ഞാനിങ്ങനെ ഓർക്കേണ്, കുവൈത്തിലെ ഒരു ബിസിനസ്സുകാരനെ കണ്ടപ്പോ അയാൾ എന്നോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കുമ്പോ വല്ലാണ്ട് അമർത്തിയിട്ട് കൊറോണ പോകാൻ ദ്വാരക്കരുത് കേട്ടോ. ഞാൻ ചോദിച്ചാ എന്റെ എല്ലാവരും കൊറോണ പോകാനാ ദ്വാരക്കാൻ പറയല്, നിങ്ങളിതേ കൊറോണ പോകല്ലാന്ന് ദ്വാരക്കാണ് അമർത്തിയിട്ട് ദ്വാരക്കല്ലാന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ദ്വാരക്ക് ജാപത്തുള്ള ആളായതുകൊണ്ടല്ല. നിങ്ങളെ പോലെയുള്ള കുറെ മൂമിനികൾ ഉണ്ടാവില്ല ആമീൻ പറയാൻ. ചിലപ്പോ ആമീൻ പറഞ്ഞിട്ട് അതങ്ങ് കബൂലായി പോയാൽ കൊറോണ അങ്ങ് പോകുന്നുള്ള പേടിയാണ് അയാൾ പറയാണ്, വല്ലാതെ അമർത്തിയിട്ട് കൊറോണക്ക് വേണ്ടിട്ട് നീങ്ങാൻ വേണ്ടി ദ്വാരക്കരുത് കേട്ടോ. എന്റെ 3 കണ്ടെയ്നർ ഉണ്ട് ഉസ്താദെ ചൈനയിൽ നിന്ന് കയറ്റി, അതിവിടെ എത്തിയിട്ട് ആ മാസ്ക് മുഴുവൻ വിറ്റിട്ടില്ലെങ്കിൽ കൊറോണ പോയാൽ മാസ്ക് പോലും ഉണ്ടാവില്ല. ഞാനിത് കൊണ്ട് കെട്ടി വലിയും, എനിക്ക് പിന്നെ എവിടെ ഇറങ്ങാനാവില്ല, ഉള്ള പൈസ തീർത്തും നഷ്ടപ്പെട്ടു. അപ്പൊ കൊറോണ കൊണ്ട് ഒരു വിഭാഗത്തിന് ഗുണമുണ്ടായിട്ടുണ്ട്. ആ കൊറോണ കൊണ്ട് തന്നെ ഗുണമുണ്ടാകുന്ന സമയത്ത് തന്നെയും സ്വന്തത്തിൽ ഭയം ഉണ്ടായില്ലേ? അല്ലേ? മാസ്ക് വിൽക്കുന്നവന്റെയും മനസ്സിന്റെ ഉള്ളിൽ പേടി ഉണ്ടായില്ലേ? വടച്ചറബേ കൊറോണ വന്നാലോ എന്ന പേടി ഉണ്ടായില്ലേ? ആ കൊറോണ വന്ന സമയത്ത് എത്രയാ മനുഷ്യൻ ടെൻഷൻ അടിച്ചത്. ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ടോ? അല്ലേ? കാസർഗോഡ് നിന്ന് എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ടേക്ക് പോയ മാപ്പ് വരച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ടോ? ഇപ്പത് ചിരിയാണ്, അന്നത് വലിയ ടെൻഷനായിരുന്നു. അല്ലേ? അങ്ങനെ മാപ്പ് വരക്കൂന്ന് പേടിച്ചിട്ട് എത്രയാണ് പോലീസുകാരന്റെ മുന്നിൽ കണ്ണുവെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒക്കെ ആലോചിച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരു തമാശയായിട്ട് തോന്നും. അന്നാ അനുഭവിച്ച അനുഭവം എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയോ? ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ട് അതൊക്കെ ഒരു തമാശയായിരുന്നോ പഠിച്ചോനെ എന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോ അത് ഇപ്പൊ ചിലപ്പോ ചില ആളുകൾ പറയൂ, ഇല്ല മൊയ്ലിയാരെ എന്റെ മൂക്കിലാ കൊറോണ ഉണ്ടായി, നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവൂല, ഞാൻ അനുഭവിച്ചവനാ, എനിക്കറിയേണ്ട പ്രയാസം എത്രയാണ്. അല്ലേ? മൂക്കിന്റെ ഉള്ളിൽ നിന്ന് മൂപ്പരെ കാണാനില്ല, തപ്പിയിട്ടും കിട്ടുന്നില്ല, ടിഷ്യൂ ഇട്ട് നോക്കി, കൈയിട്ട് നോക്കി, എല്ലാ കളിയും കളിച്ചു, മൂപ്പരെ കിട്ടാനില്ല. പക്ഷെ മൂപ്പരുണ്ടാക്കി വെച്ചൊരു മുസീബത്ത്, ശ്വാസം നേരെ വലിക്കാൻ കഴിയുന്നില്ല, ശ്വാസം നേരെ വിടാൻ കഴിയുന്നില്ല, യഥാർത്ഥത്തിൽ കിടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. എത്രയാ ബുദ്ധിമുട്ടിയത്. മരിച്ചിട്ട് ജീവിച്ചതാണ് എന്ന് വരെ കൊറോണ വന്നിട്ട് എന്നോട് പറഞ്ഞ ആളുകൾ എനിക്കറിയാം. ഞാൻ മരിച്ചു വിചാരിച്ചതാ ഹോസ്പിറ്റലിൽ, രക്ഷപ്പെടും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലേ? ഞാൻ മരിച്ചു എന്ന് പ്രതീക്ഷിച്ചതാണ് എന്ന് കൊറോണ വന്നിട്ട് പ്രയാസപ്പെട്ട് പറഞ്ഞ ആളുകൾ എനിക്കറിയാം. എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സെക്കൻഡ് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയോ? ഇല്ല ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് താൽക്കാലിക ലോകമാണ്.
അന്ന് ടെൻഷൻ അടിച്ചു, ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരികയാണ്. അതെ, ഇന്ന് നമ്മൾ ചിരിക്കുകയാണ്, അന്ന് ടെൻഷൻ അടിച്ചതാണ്. ഇപ്പൊ ആലോചിച്ചിട്ട് നമുക്ക് ചിരി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അങ്ങനെ ഒരു രോഗം വന്നാലോ റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഈ ലോകം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ലോകമല്ല. സന്തോഷവും നിലനിൽക്കൂല, ടെൻഷനും നിലനിൽക്കൂല, ഒന്നും നിലനിൽക്കൂല. നിലനിൽക്കുന്ന ജീവിതം അത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതമാണല്ലോ യഥാർത്ഥത്തിലുള്ള ജീവിതം. ഇത് താൽക്കാലികമായ ലോകത്ത് ആഖിറത്തിലേക്ക് പോകുന്ന വഴിയിൽ എന്നെയും നിന്നെയും പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് അയച്ച ലോകമാണല്ലോ. ഈ ലോകത്ത് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി സമ്പാദിക്കുന്നവനാരോ, അതിനു വേണ്ടി അധ്വാനിക്കുന്നവനാരോ, അതിനു വേണ്ടി പണിയെടുക്കുന്നവനാരോ, അവനാണ് ബുദ്ധിമാൻ. എന്തേ കാരണം? ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ലോകമാണ്. ഒന്നും നിലനിൽക്കാത്ത ലോകം, ഒന്നും നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത ലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈമാനുള്ള വിശ്വാസികളെ, നല്ല പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വാങ്ങാൻ കഴിയും, അല്ലേ? കഴിയൂലേ? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. തെക്കൻ ഭാഗത്ത് ജില്ല പറഞ്ഞിട്ട് അവിടെയുള്ള ജില്ലക്കാർക്ക് ഒരു പ്രയാസം വേണ്ട. ഒരു ഫാർമസി കോളേജ് കാണാൻ വേണ്ടി പോയി, ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ അതിന്റെ ഓണറെ പരിചയപ്പെട്ടു. അപ്പൊ അയാൾ എന്നോട് പറയാണ്, ഇങ്ങനെയുള്ള കോളേജ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, കാര്യം കിട്ടണമെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടങ്ങിക്കോ. എന്താ കാരണം? അപ്പൊ ഇയാൾ പറയാണ്, തല പൊട്ടി കാല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കയ്യും കാലും എടുത്തു വരുന്ന രക്ഷിതാക്കളെ മുന്നിൽ നമ്മൾ എഴുതുന്ന ബില്ല, വിലപേശലൊന്നുമില്ല. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അല്ലാഹ്, മറ്റുള്ളവന്റെ ആരോഗ്യത്തെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന സ്വഭാവം. എല്ലാരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. എല്ലാരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് അങ്ങനെ ജീവിതത്തെ തിട്ടപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ. ഈജിപ്തിൽ നിന്ന് ഒരു ദിവസം നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് ഒരു വേദന. അവിടെ പഠിക്കുന്ന സമയം ഞാൻ ഇന്നലെ തൃക്കരിപ്പൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഇടത് ഭാഗത്ത് നിന്നൊരു വേദന വന്നപ്പോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് പോയത്. എനിക്ക് പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നെഞ്ഞുവേദന ഉണ്ട്. ഡോക്ടറെ അടുക്കലെത്തിയപ്പോ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് ECG എടുക്കണം. ECG എടുത്തിട്ട് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, 1 മണിക്കൂറേ നിങ്ങൾ ജീവിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏകദേശം 5-8 കൊല്ലായിട്ടോ. 1 മണിക്കൂറേ നിങ്ങൾ ജീവിക്കുള്ളൂ. ആരാ പറയുന്നത്? ഡോക്ടറാ പറയുന്നത്. ECG നോക്കിയിട്ട് നിങ്ങളെ കാര്യം ഭയങ്കര ബേജാറാണ്, 1 മണിക്കൂറേ നിങ്ങൾ ജീവിക്കുള്ളൂ. പെട്ടെന്ന് ബ്ലോക്ക് നീങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചറബേ, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ലല്ലോ, അത്ര ഗൗരവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. നെഞ്ചിന്റെ അടുത്ത് ഭാഗത്തുനിന്നൊരു വേദന ഉണ്ട് എന്നതിൽ കവിഞ്ഞ് അതൊരു ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്തൊരു വേദന, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലോ. ഞാനാണോട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളാണോ ഡോക്ടർ, ഞാനാണോ ഡോക്ടർ ചോദിച്ചാല് നമ്മുടെ ഡോക്ടർ നിങ്ങളാണ്, പക്ഷെ രോഗി ഞാനാണല്ലോ, എനിക്കും കൂടി ഫീൽ ചെയ്യണല്ലോ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, 1 മണിക്കൂറിനപ്പുറങ്ങൾ ജീവിക്കൂല, അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഒപ്പിട്ട് വരണം. ഞാൻ പറഞ്ഞു, ഒപ്പിടാൻ കഴിയില്ല. പാപ്പനെ വിളിച്ചു. പാപ്പ പറഞ്ഞു, സംസം വെള്ളത്തിൽ ഇന്നാലിന്ന സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ധൈര്യം തന്നതാണ്. ഏത് വാപ്പന്റെയും മനസ്സിൽ സ്വാഭാവികമായി ആ സമയത്ത് വിദേശത്ത് വിളിച്ച് ഇങ്ങനെ ഒരു രോഗം പറഞ്ഞാൽ എന്താ ഉണ്ടാകുക നിങ്ങൾക്കറിയാം. അപ്പൊ വാപ്പ എന്നോട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇവിടുന്ന് വിടണമെങ്കിൽ മരിച്ചുപോയാൽ, വഴിയിൽ വെച്ച് മരിച്ചുപോയാൽ ഡോക്ടർ പറഞ്ഞിട്ട് കേൾക്കാതെ പോയതാണ്, ഡോക്ടർ അതിന് ഉത്തരവാദിയല്ല എന്ന് എഴുതി ഒപ്പിട്ട് തരണമെന്ന്. അങ്ങനെ അറബിയിൽ അയാൾക്ക് എഴുതി കൊടുത്തു, ഞാൻ മരിച്ചു, അയാൾ ഉത്തരവാദിയല്ലല്ലോ, സാധുവിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അങ്ങനെ അയാൾക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് പറഞ്ഞതുപോലെ സംസം വെള്ളത്തിൽ വന്തിരിച്ച് വെള്ളവും കുടിച്ച് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മുസ്തശ്ഫൽ ഹുസൈൻ എന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ. ഈജിപ്തിൽ പോയവർക്കറിയാം. ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോ
ഡോക്ടർ പറഞ്ഞു, കത്ത് കണ്ടപ്പോൾ സീരിയസ് ആണ് എന്നാണ് ഡോക്ടർ കത്ത് കിട്ടിയത്. പെട്ടെന്നൊരു ECG എടുക്കണം. അങ്ങനെ ECG എടുത്തു. ECG എടുത്തെല്ലാം കഴിഞ്ഞപ്പോ എൻ്റെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഒരു കോയിൻസ് ഉണ്ടായിരുന്നു. ഞാൻ അടിയിൽ കൊടുത്ത പാന്റിന്റെ പോക്കറ്റ്. ആ കോയിൻസ് ഉള്ളത് കൊണ്ട് ECGയുടെ വേരിയേഷൻ മുഴുവനും തെറ്റിപ്പോയി. പക്ഷെ അത് ഈ ഡോക്ടർക്കാണ് മനസ്സിലായത്. നേരത്തെ ഡോക്ടർ വിചാരിച്ചത് ഞാൻ ഭയങ്കര സീരിയസിലാണ്. ഇയാള് കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല. എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മെഷീൻ എന്തോ ഒരു തകരാറ് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എന്തോ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ അയാൾ ചോദിച്ചു, എവിടെയെങ്കിലും കമ്പിയിട്ടിട്ടുണ്ടോ? കൈക്ക് കമ്പിയിട്ടിട്ടുണ്ടോ? കാലിന് കമ്പിയിട്ടിട്ടുണ്ടോ? അപകടം പറ്റിയിട്ട് കമ്പിയിട്ടിട്ടുണ്ടോ? എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറെ സമയം അന്വേഷിച്ചപ്പോഴാണ് ഉടുത്തിരുന്ന പാന്റിലുള്ള ഒരു ഉറുപ്പിയുടെ അവിടുത്തെ ഒരു ജിനൈഹിന്റെ കോയിന് കിട്ടുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പേരിലാണ് ECG തെറ്റി കാണിച്ചത്. നേരത്തെ ഞാൻ അവിടെ കിടന്നു കൊടുത്തിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ആവശ്യമുള്ള പണിയൊക്കെ അയാൾ എടുക്കുകയായിരുന്നു. ഞാനിതെന്തിനാ പറഞ്ഞത്? മെഷീനുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പഠിച്ചോനല്ല. ഡോക്ടർമാര് എന്ന് പറയുന്നത് ഒരിക്കലും പഠിച്ചോനല്ല. മെഷീനുകൾ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും തെറ്റിക്കാണിക്കാം. അല്ലെ, ഇന്നലെ നോക്കിയിട്ട് ഷുഗർ ഉണ്ട്, ഇന്ന് നോക്കിയിട്ട് ഷുഗർ ഇല്ല. ഒരു സ്ഥലത്ത് നോക്കിയപ്പോ ഷുഗർ ഉണ്ട്, മറ്റേ സ്ഥലത്ത് നോക്കിയപ്പോ ഷുഗർ ഇല്ല. ഇങ്ങനൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ഒരേ സമയം ചെക്ക് ചെയ്ത ഒരേ സ്ഥലത്ത് വെച്ച് 2 പ്രാവശ്യമായി ചെക്ക് ചെയ്തപ്പോ പലതും രണ്ടായിട്ട് കാണും. ടെസ്റ്റുകളിൽ തകരാറുകൾ ഉണ്ടാകാം, പരിശോധനയിൽ തകരാറുകൾ ഉണ്ടാകാം, സമയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഒന്നും കാണുമ്പോഴേക്ക് പോയി കിടന്നു കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിതെന്തിനാ പറഞ്ഞത്? ആ സമയം ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കേട്ടിട്ടാണ് ബാക്കിയായല്ലോ 5-8 കൊല്ലായില്ലേന്ന് ചിലപ്പോ തോന്നുന്നുണ്ടാവും. അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ അതൊരിക്കലും എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയൂല. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഏതെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് ആലോചിച്ചാൽ ആ സന്തോഷം തിരിച്ചു കിട്ടോ? ടെൻഷൻ അടിക്കുന്ന സമയത്ത് സന്തോഷത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ടെൻഷൻ നീക്കി സന്തോഷം തിരിച്ചു വരുമോ? ഇല്ല. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് താൽക്കാലികമായ ജീവിതമാണ്. ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത ലോകമാണ് ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഹോസ്പിറ്റലുകൾ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയും, പക്ഷേ ആരോഗ്യം പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടൂല. കിട്ടോ? കൈയിന്റെ കാലിന്റെ ആരോഗ്യം തകർന്നു പോയാൽ പൈസ കൊടുത്താൽ കിട്ടൂലേ? പ്ലാസ്റ്റിക്കിന്റെ കൈ കിട്ടൂലേ? വലിയ 10 പ്ലാസ്റ്റിക്കിന്റെ കൈ ഉണ്ടായാൽ ഒരു വിരലിന്റെ ഫലം കിട്ടോ? 10 കൈയിന്റെ ഫലം കിട്ടുമെന്നല്ല ഞാൻ ചോദിച്ചു. ഒരു വിരലിന്റെ ഫലം കിട്ടോ? നമുക്ക് അല്ലാഹു തന്ന വിരൽ, ആ വിരലിന്റെ ഒരു ഫലം 10 കൈ ഉണ്ടായാൽ പോലും പ്ലാസ്റ്റിക്കിന്റെതാണെങ്കിൽ കിട്ടൂല. 10,000 കൈ ഉണ്ടായാലും കിട്ടൂല. ആ റബ്ബ് തന്ന നിയമത്തിന്റെ വലുപ്പമാ ഞാൻ പറഞ്ഞത്. എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ആ റബ്ബ് തന്ന നിയമത്തുകൾ മുഴുവനും വളരെ വലുതാണ്. ഏതെങ്കിലും നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നിർമ്മലവാദികളോ ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകളോ അല്ലാഹുവിൽ സംശയം പറയുമ്പോ, റബ്ബിനെ നിഷേധിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുമ്പോ ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണേ. അവര് ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നാവ് കൊണ്ട് സൊറവറാ പറയുന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ജീവിക്കാനുള്ള ഒരു മൈക്രോ സെക്കൻഡ് ജീവിതം അല്ലാഹ് കണക്കാക്കിയതിന്റെ അപ്പുറത്ത് വാങ്ങിച്ചു തരാൻ കഴിയുന്നൊരു മനുഷ്യനെ കാണിച്ചു തരുമോ? ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടറാണ്, ക്യാൻസർ രോഗ വിദഗ്ധനാണ്. ലോകത്തെ എല്ലാവരും അന്വേഷിക്കാനും ഒരു നേരം സമയം കിട്ടാനും ശ്രമിക്കുന്ന ക്യാൻസർ രോഗ വിദഗ്ധർ ക്യാൻസർ രോഗം പിടിച്ചു മരിച്ചു എന്ന് പറയുമ്പോ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. എന്തുകൊണ്ട് അത്ഭുതം തോന്നുന്നില്ല? ഡോക്ടർ പടച്ചവനല്ല, ഡോക്ടർ രോഗം മാറ്റുന്നവനല്ല. രോഗം മാറ്റുന്നവരൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഈ താൽക്കാലികമായ ലോകത്തെ ജീവിതത്തിൽ താൽക്കാലികമായ സമാധാനത്തിന്റെ പേരിലോ താൽക്കാലികമായി നമുക്ക് കിട്ടിയ സുഖത്തിന്റെ പേരിലോ സിട്ടാവായ റബ്ബിനെ മറക്കുന്ന അടിമകളെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ.
മറിച്ച് ആ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അടിമകളാകണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അടിമകളാകണം. അതിലേക്കാണ് ഖുർആൻ എന്നെയും നിങ്ങളെയും വിളിക്കാൻ കൽപ്പിച്ചത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഓ ഹബീബായ നബിയേ, അവരോട് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ വഴിപ്പെട്ട് ജീവിക്കണേ. യുഹിബ്ബുകുമുല്ലാഹ്, അതാ റബ്ബിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാണ് കേട്ടോ. അവൻ ജീവിതത്തിൽ വിജയത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ ഉപ്പമാരെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ നേതാവായി മാറിയില്ലേ? ഔലിയാക്കളുടെ നേതൃത്വ പദവിയിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിയില്ലേ? എങ്ങനെയാ എത്തിയത് എന്നറിയോ? ലോകം കണ്ട മുഴുവനും കാരുണ്യമായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിവരയിട്ടങ്ങ് ഇത്തിബാഅ് ചെയ്തപ്പോൾ അരുവില്ലാത്ത ഗുഹയുടെ ഉള്ളിൽ മാടപ്രാവുകൾ കാവലിരിക്കുമ്പോൾ, അരുവില്ലാത്ത ഗുഹയുടെ ഉള്ളിൽ ചിലന്തി വലകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിരില്ലുകളായി വലയം ചെയ്തിട്ട് നബി തങ്ങളെ സംരക്ഷിക്കാൻ കാത്തിരുന്നപ്പോൾ അവിടെ ഇരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുമായുള്ള അടുപ്പം എത്രത്തോളം അധികരിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് അല്ലാഹു ദറജ കൊടുത്തുപോയി. അതുകൊണ്ടാ ഉപ്പമാരെ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ ഹബീബായ നബിയേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് എന്നറിയോ? എന്റെ കണ്ണ് കുളിർക്കുന്നത് എപ്പോഴാണ് എന്നറിയോ? ഖുർറത്തു ഐനി, എന്റെ കൺകുളിർമ എന്താണെന്നറിയോ? അങ്ങേ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിയേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് അറിയാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം ഹബീബായ നബി തങ്ങളെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടോ, എത്രത്തോളം നബി തങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നുണ്ടോ, അതിനനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ മഹബ്ബത്ത് അധികരിച്ചു പോയി. ഹബീബിനോടുള്ള മഹബ്ബത്ത് അധികരിച്ചു പോയി. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നബി തങ്ങളെ അറിയാൻ കഴിഞ്ഞ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഓ ഹബീബായ നബിയേ, എന്റെ ജീവിതത്തിൽ എനിക്ക് കൺകുളിർമയുണ്ടാകുന്നത് ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് ലാഭം കിട്ടുമ്പോഴല്ല, ഒരു ബിസിനസ്സിൽ വല്ലാത്ത ലാഭം കൊയ്തെടുക്കുമ്പോഴല്ല, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുമ്പോഴല്ല, നല്ല മണം കിട്ടുമ്പോഴല്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൺകുളിർമയുണ്ടാകുന്ന സമയം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് നബിയേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ആ ഹബീബായ നബി തങ്ങളെ കാണാൻ നമ്മളെ മനസ്സിൽ താല്പര്യമില്ലേ? എന്നാ താല്പര്യം അധികരിച്ച് വരണോ? ആ താല്പര്യം കൊണ്ട് പട്ടിണി കിടക്കുന്ന രൂപത്തിലേക്ക് നീ മാറണോ? ആ താല്പര്യവും ആശയും അതേ എനിക്ക് സാക്ഷാത്കരിക്കാതെ ഞാനിനൊരു പണിക്കില്ല എന്ന ചിന്ത നിന്റെ മനസ്സിലേക്ക് വരണോ? ഹബീബായ നബി തങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ യഥാർത്ഥത്തിൽ നീ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഭക്ഷണം ഒരു പ്രശ്നമല്ല. ഭൂമി ലോകത്തെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും പ്രയാസമല്ല. കാരണം ആ നബി തങ്ങളെ അങ്ങ് അറിയുമ്പോ അവിടുത്തെ അറിയാനാണ് പിന്നെ മനസ്സ് കൊതിക്കുന്നത്, അവിടുത്തെ കാണാനാ കൊതിക്കുന്നത്, അവിടുത്തെ കണ്ട് കൺകുളിർക്കാനാ കൊതിക്കുന്നത്. അതുകൊണ്ടല്ലേ മദീനത്തെ റൗളാ ശരീഫിന്റെ ചാരത്ത് വന്നു നിന്നിട്ട് ദിവസങ്ങളോളം ഭക്ഷണമില്ല, പട്ടിണിയാ, വെള്ളം
കുടിച്ച് മാത്രമുള്ള ജീവിതമാണ്. എവിടെയും പോകാനില്ല. എന്തിനാ കാത്തിരിക്കുന്നത്? ഞാൻ പഠിച്ചൊരു ഹബീബായ നബിയുണ്ടല്ലോ, അത് വല്ലാത്ത കാരുണ്യമുള്ള നബിയാണല്ലോ. അവിടുത്തെ കാണണം എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ മദീനത്തെ റൗദ ശരീഫിന്റെ മുന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരുന്നിട്ട് എന്നെ വില വെക്കാതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാത്തൊരു പ്രവാചകൻ. അങ്ങനെ ഒരു പ്രവാചകനെ എനിക്ക് പരിചയമില്ലല്ലോ. ഞാൻ അറിയുന്ന നേതാവരാ, എന്റെ വിഷമത്തിൽ വിഷമിക്കുന്ന നേതാവാണ്, എന്റെ ഹിദായത്തിന് വേണ്ടി മുൻപല്ല സമ്മാനിച്ച നേതാവാണ്, എന്റെ ഈമാനിന്റെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നേതാവാണ്. എന്തിനധികം പറയാനാ? ശത്രുപക്ഷത്ത് നിൽക്കുന്ന അക്രമങ്ങൾ അയച്ചുവിടുന്നവര് പോലും എങ്ങനെയെങ്കിലും ഹിദായത്തിന്റെ വഴിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോഴാ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഓ ഹബീബായ നബിയേ, അങ്ങ് അവരെയൊക്കെ ഇസ്ലാമിലേക്ക് എത്തിച്ചു കളയാന്ന് വിചാരിക്കുന്നുള്ളൂ. അവരെയൊക്കെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ അങ്ങയ്ക്ക് കഴിയൂല നബിയേ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ഹബീബായ നബിയേ, അങ്ങ് വിചാരിക്കുന്നവരൊക്കെ ഇസ്ലാമിലേക്ക് എത്തിച്ചു, എല്ലാരെയും അങ്ങ് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കളയാമെന്ന് അങ്ങ് കരുതേണ്ടതില്ല. ഹിദായത്തിന്റെ വഴി തെളിച്ചു കൊടുക്കുന്നവൻ റബ്ബാണ്. അവനല്ലാതെ ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല നബിയേ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ കബൂലാക്കി തരണേ അല്ലാഹ്. ഇവിടെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് എടുത്തുവല്ലോ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അറിയാൻ കഴിയുന്നുണ്ടോ? കാണണമെന്ന ചിന്ത മനസ്സിൽ നിന്ന് വിട്ടുമാറൂല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാലോ മദീനയിലെത്തിയിട്ട് എങ്ങനെ പിക്ചർ എടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കൂല. അവിടെ എത്തിയിട്ട് എങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കൂല. കാരണം മദീനയിലേക്കുള്ള യാത്ര അത് ടൂറിസ്റ്റിന്റെ യാത്രയല്ല, ടൂറിന്റെ ട്രിപ്പല്ല, മറിച്ച് ഹബീബായ നബി തങ്ങളുമായുള്ള അടുപ്പത്തിനുള്ള ബന്ധത്തിനുള്ളതാണ്. അതുകൊണ്ട് ആ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രപ്പുറത്ത് കയറിയിരിക്കുന്നു. മുആദ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ, യമനിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് എന്നെ ഇതുപോലെ കാണാൻ കഴിയൂല. എന്റെ ഖബറിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയുമ്പോ അത് മുആദ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുആദ് റളിയല്ലാഹു അൻഹുവിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. വാഹനപ്പുറത്ത് കയറിയ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്ന സമയത്ത് ഈ ഉദിക്കുന്ന ചന്ദ്രനെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ സൂര്യനിലേക്ക് നോക്കിയാൽ കണ്ണിലേക്ക് പ്രകാശം തട്ടിയത് കണ്ണിന് പ്രയാസപ്പെടുമോ എന്നുള്ള ബുദ്ധിമുട്ടുള്ള പേടിയാണ്. സൂര്യന്റെ രശ്മികൾ ശരീരത്തിലേക്ക് തട്ടിയത് സൂര്യാഘാതമേറ്റ് മരിച്ചു എന്ന് പറയുമോ എന്ന് പേടിക്കേണ്ടതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനേക്കാൾ വെളിച്ചമാണ്, ചന്ദ്രനേക്കാൾ തിളക്കമാണ്, എല്ലാ നിലക്കും ഉന്നതമായ ഭംഗിയും ഉന്നതമായ സ്ഥാനവും അല്ലാഹ് നൽകിയ നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ഹബീബായ നബിയെ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ എനിക്കൊരു നിമിഷവും കിട്ടിയിട്ടില്ല നബിയേ. എന്റെ ജീവിതത്തിൽ അത്ര കൺകുളിർമയുള്ളൊരു പരിപാടി മറ്റൊന്നും ഇല്ല നബിയേ. എനിക്ക് പൈസ ചെലവഴിക്കുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നല്ല ഫാസ്റ്റ് ഫുഡ് കിട്ടുമ്പോഴാണോ? അല്ല. നല്ല തിരിയുന്ന കോഴി കിട്ടുമ്പോഴാണോ? അല്ല. അൽഫാമായിട്ട് ചുട്ടുവന്ന കോഴി കണ്ടപ്പോഴാണോ? അല്ല. എനിക്ക് പൈസ ചെലവഴിക്കാൻ ഏറ്റവും സന്തോഷം കിട്ടുന്ന സമയം
ഇലൈക യാ റസൂലല്ലാഹ്, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്റെ സമ്പത്തിൽ നിന്ന് അങ്ങയുടെ ഓർഡർ പ്രകാരം ചെലവഴിക്കുമ്പോഴാണ് നബിയേ ആ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഒരു പൈസ ചെലവഴിക്കുന്ന സമയത്തും എനിക്ക് കിട്ടാറില്ല നബിയേ. എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എവിടെന്നാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഈ ആശയമുണ്ടായത് അറിയോ? നബി തങ്ങളുമായി അടുത്തങ്ങ് ജീവിച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും മടുപ്പ് തോന്നിയില്ല, അറപ്പ് തോന്നിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ് പോലും മടുപ്പ് തോന്നിയില്ല. ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവവുമില്ല, ഇഷ്ടപ്പെടാത്തൊരു ശൈലിയുമില്ല, ഇഷ്ടപ്പെടാത്ത നോട്ടമില്ല, ഇഷ്ടപ്പെടാത്ത കേൾവിയില്ല. ആ ജീവിതമായി എന്നോട് നിങ്ങളോട് ഇത്തിബാഇ ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് കളവ് പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. അതുകൊണ്ട് കേൾക്കരുത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്, നിസാരപ്പെടുത്തരുത്, കൊച്ചാക്കി കാണിക്കരുത്, ആരെയും ചെറുതാക്കി കാണിക്കരുത്, ചെറുതാക്കി ചിത്രീകരിക്കരുത്. എല്ലാവരും എന്നെക്കാൾ വലിയവനാണ്, എല്ലാവരും എന്നെക്കാൾ വലുതാണ്, ഞാനാണ് മോശക്കാരൻ, ഞാനാണ് ചെറിയവൻ, ഞാനാണ് മോശക്കാരൻ. ഈ ചിന്താഗതിയാ നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്. ആരും എന്നെക്കാൾ മോശക്കാരായിട്ട് മറ്റൊരാളില്ല. ഞാനല്ലേ റബ്ബിന്റെ അടുക്കൽ ഇബാദത്തില്ലാത്തവൻ, സൽക്കർമ്മങ്ങളില്ലാത്തവൻ, നന്മകൾ ചെയ്തതില്ലാത്തവൻ. ഞാനല്ലേ റബ്ബിന്റെ അടുക്കലേക്ക് നല്ലതിനായി ജീവിക്കേണ്ടവൻ. അന്യന്റെ കുറ്റം പറയുന്ന സ്വഭാവമില്ല, ഇകഴ്ത്തുന്ന സ്വഭാവമില്ല, ചെറുതാക്കലില്ല, അയൽവാസിയുമായി പണങ്ങളില്ല, അതുപോലെ ഭാര്യയുമായി തെറ്റി നിൽക്കലില്ല, കുടുംബങ്ങളുമായി പണങ്ങളില്ല, കുടുംബങ്ങളുമായി തെറ്റി നിൽക്കലില്ല, മറ്റുള്ളവന്റെ മുഖത്ത് നോക്കാത്ത പ്രയാസങ്ങളില്ല, തെറ്റിയിട്ടുള്ള ജീവിതമില്ല. 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോടും പണങ്ങാൻ തന്നെ പാടില്ല. എന്തിന്റെ പേരിലാണെങ്കിലും പണങ്ങാൻ നിർവാഹമില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിന്റെ നന്മയുടെ വഴികളെല്ലാം ജീവിച്ച് കാണിച്ചു തന്ന നേതാവല്ലോ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം കൊണ്ട് എന്തെങ്കിലും സ്വന്തത്തിൽ കഥയെ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ, സ്വന്തത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടാക്കിയെടുക്കാൻ, സ്വന്തം കാര്യത്തിന്റെ മികവിന് വേണ്ടി ഒരു വാക്ക് പോലും അവിടുന്ന് പറഞ്ഞതായി കാണാനില്ല. നിങ്ങളോട് ഞാനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല ജനങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കൂലിയും ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ആശയം എത്തിച്ചു തന്നതിന്റെ പേരിൽ നിങ്ങൾ ആരും എനിക്ക് കൈമടക്കി തരേണ്ടതില്ല, എനിക്ക് അതിന്റെ പേരിൽ പൈസ തരേണ്ടതില്ല, അതിന്റെ പേരിൽ നിങ്ങളെ സ്വത്ത് എനിക്ക് എഴുതി തരേണ്ടതില്ല, എനിക്ക് നിങ്ങളുടേതാരുടേതും വേണ്ടതില്ല. എനിക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കഴിവെന്ന റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ആരുടെയും അതേ എന്തെങ്കിലും ഔദാര്യം വേണ്ടതില്ല. ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, മറിച്ച് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ കണ്ണുകൊണ്ട് മറ്റുള്ളവന്റെ ഭാര്യനെ നോക്കരുത്, മറ്റുള്ളവന്റെ മകളെ നോക്കരുത്, മറ്റുള്ളവന്റെ പെങ്ങളെ നോക്കരുത്. നിനക്ക് അനുവദിച്ചു തന്നതല്ലാത്തൊരു പെണ്ണിലേക്കും നോക്കിയിട്ട് അക്രമം ചെയ്യുന്നവനാകരുത്, ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തുന്നവനാകരുത്. കോളേജ് ലൈഫിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും അന്യപെണ്ണിനെ പെങ്ങളായി കാണരുത്, അന്യപെണ്ണിന്റെ കൈപിടിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്, അന്യപെണ്ണുമായി ഇടകലരുന്ന സ്വഭാവം ഉണ്ടാകരുത്. എന്തെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ? അല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന പെങ്ങന്മാരാകാനാ ഉമ്മമാര്. അല്ലാതെ നബി തങ്ങൾക്ക് നിങ്ങളെ പെൺകുട്ടികളെ നന്നായതുകൊണ്ടോ, നിങ്ങളുടെ ചാരിത്ര ശുദ്ധി നന്നായതുകൊണ്ടോ നബി തങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാനല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താനാണ്. ഉമ്മമാരെ, ഒരു അന്യപെണ്ണുമായി കണക്ഷൻ ഉണ്ടാകരുത്, ഒരു ഭർത്താവിനെയും ചതിക്കുന്ന ഉമ്മമാരാകരുത്. എന്റെ വേദ കേൾക്കുന്ന ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാരാകരുത്, അന്യപെണ്ണിനോട് ചാറ്റിങ്ങിലൂടെ സല്ലപിക്കുന്നവരാകരുത്, ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരാകരുത്, അന്യപെണ്ണുമായി സംസാരിച്ച് സുഖമെടുക്കുന്നവരാകരുത്, ആവശ്യമില്ലാതൊരു വാക്ക് പോലും പറയുന്ന
പറയുന്നവരാകരുത്. അത്യാവശ്യത്തിനല്ലാതെ അന്യപെണ്ണിനോട് സംസാരിക്കരുത്. അത്യാവശ്യത്തിനല്ലാതെ അവരുമായി ഇടപഴകരുത്. കോളേജ് ലൈഫിലാണെങ്കിലും ഏത് ലൈഫിലാണെങ്കിലും ഏത് ആഘോഷത്തിന്റെ പേരിലാണെങ്കിലും എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാര്, നബിതങ്ങൾക്കും ഒന്നും നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലോ എന്നോട് നിങ്ങളോട് പറഞ്ഞത്. ഈ താൽക്കാലിക ലോകത്ത് താൽക്കാലികമായി കിട്ടുന്ന സുഖത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന നഷ്ടപ്പെട്ടു പോകാത്ത സുഖം ലഭിക്കുന്ന ലോകമല്ലേ സ്വർഗം. ആ സ്വർഗലോകത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ അരുതേ, ചെയ്തേക്കരുതേ. ദൈവത്തെ പറയുന്നവനാകരുതേ, കുറ്റം പറയുന്നവനാകരുതേ. സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ കയറ്റുന്നവരാകരുത്. സ്വന്തം ഭർത്താവിന്റെ ഉമ്മനെ കുറ്റപ്പെടുത്തുന്നവരാകരുത്. ഭാര്യന്റെ ബാപ്പനെ ചീത്ത വിളിക്കുന്ന സ്വഭാവക്കാരനാകരുത്. ഭാര്യന്റെ ബാപ്പാനെ കുറ്റം പറയുന്നവരാകരുത്. ആരെയും നിസാരപ്പെടുത്താത്ത ജീവിതം, ആരെയും കുറ്റപ്പെടുത്താത്ത ജീവിതം. എന്റെ ജീവിതം എന്റെ നാവ് കൊണ്ട് ഒരാൾക്കും വേദനയുണ്ടാകരുത്. ഒരാളെയും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കരുത്. ഈ ജീവിതത്തിലേക്കല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത്. അതുകൊണ്ടാ മുആദ് റളിയല്ലാഹു അൻഹു ആ വാഹനപ്പുറത്ത് കയറിയിരിക്കുമ്പോ വേദനയോടെ ഹബീബിന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. എന്തിനാണെന്നറിയോ? തിരിച്ചു വരുമ്പോ ഈ പ്രകാശപൂരിതമായ മുഖം എനിക്ക് കാണാൻ കഴിയൂല എന്നല്ലേ പറയുന്നത്. ഇത് പറയുമ്പോ നമുക്ക് ചിലപ്പോൾ വലിയ അത്ഭുതമായി തോന്നുന്നില്ലല്ലോ. ആരാണ് സ്വഹാബത്ത് എന്നറിയോ? നബിതങ്ങളുമായി ഒട്ടി ജീവിച്ച ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരല്ലേ. അവിടുത്തെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് ആ ജീവിതത്തിന്റെ ക്വാളിറ്റി അവര് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാവും ഉമ്മമാരെ, ഒട്ടകപ്പുറത്തല്ലെങ്കിൽ വാഹനപ്പുറത്തിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു ഇനി ഈ മുഖം കാണൂല എന്ന് പറയുമ്പോ കണ്ണിലെ വെള്ളം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. യാത്ര മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. ഇനി എങ്ങനെ മുന്നോട്ടെന്ന ചിന്തയാണ്. അതുകൊണ്ട് ആ ഉപ്പമാരെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വിവരം കിട്ടിയപ്പോ പിന്നെ മദീനയിലില്ല. ആ നേതാവില്ലാത്ത മദീന ബിലാൽ ഇബ്നു റബാഹിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്നേഹത്തിന്റെ കാഠിന്യമാവുമ്മമാര്, സ്നേഹത്തിന്റെ കാഠിന്യമാവുമ്മമാര്. ആ നേതാവിനെ ഭൂമിയുടെ പുറത്ത് കാണാൻ കഴിയാത്ത മദീനയാണോ? അവിടുത്തെ നോട്ടമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ തിരുനോട്ടം ആ മദീനക്കുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ശേഷം ആ നബിതങ്ങളെ വിളിച്ചു സഹായം ചോദിച്ചപ്പോ മദീനക്കാർക്ക് മഴ കിട്ടിയിരുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതപ്പെട്ട് കിടക്കുന്നില്ലേ? വയല് കേൾക്കുന്ന ഉപ്പമാരെ, ഭൂമിയുടെ പുറത്ത് ആ നേതാവിനെ കാണാനില്ലെങ്കിൽ ഈ മദീന എനിക്ക് ബിലാലിനെ കാണാൻ കഴിയൂല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിട്ട് നാട് വിട്ടിറങ്ങിപ്പോയി. ഇത് ബിലാൽ ഇബ്നു റബാഹ് തങ്ങളുടെ സ്നേഹമാണ്. അതേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മറ്റൊരാളുടെ സ്നേഹം കണ്ടില്ലേ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസയുടെ മുന്നിൽ വന്നു നിന്നിട്ട് ഒരൊറ്റ ദുആ, എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൂമുഖം ഞാൻ കണ്ടല്ലോ. ഇനി മുഖം കാണാൻ ഭൂമിയിൽ നേരിട്ട് കാണാൻ ഇനി അവസരമില്ലല്ലോ. ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ഇനി നേതാവിന്റെ മുഖം കാണാത്ത ഭൂമിയിൽ ഇനി ഒരു അത്ഭുതവും എനിക്ക് കാണേണ്ടതില്ല. അല്ലാഹുമ്മ അഅ്മി ബസറി, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ അല്ലാഹ്. ദുആ ചെയ്യുമ്പോ തോന്നിയില്ലല്ലോ എന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ വേണ്ടാന്ന് ദുആ ചെയ്താൽ എന്റെ ഭാര്യനെ കാണാൻ കഴിയില്ലല്ലോ. വീട്ടിലേക്ക് കയറി ചെല്ലും ബാബി എന്നോ ബാപ്പ എന്നോ അതേ ഉപ്പായെന്നോ വിളിക്കുന്ന ചെറിയ പിഞ്ചു പൈതലുകളുടെ മുഖം എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന ചിന്ത സഹാബിയുടെ മനസ്സിൽ വന്നില്ല. കാരണം നബിതങ്ങളാകുന്ന കാരുണ്യത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവിടെ നിന്നില്ലാത്ത മദീനത്തെ മണ്ണിൽ ഇനിയൊന്നും എനിക്ക് കാണേണ്ടതില്ല.
ഒരൊറ്റ ദുആ, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ അല്ലാഹ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും കണ്ടനുഭവിച്ച് മനസ്സിലാക്കി കൂടെ ജീവിച്ച് അവിടുത്തെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അനുഭവത്തിലൂടെ പഠിച്ചപ്പോൾ ആ നേതാവിന്റെ വേർപാട് കേട്ടപ്പോൾ അവർക്ക് പറയാനുള്ളത്, ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണേണ്ടതില്ല അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ കണ്ടതിലേറ്റവും നല്ല ഭംഗി അവിടുത്തെ മുഖമാണ് അല്ലാഹ്. കണ്ടതിലേറ്റവും അനുഭവിച്ചതിലേറ്റവും മനസ്സിലാക്കിയതിലേറ്റവും ഉന്നതമായ ജീവിതം അവിടുത്തെ ജീവിതമാണ് അല്ലാഹ്. ഈ ഹബീബായ നബി തങ്ങളെ കണ്ണ് കൊണ്ട് കണ്ട ഈ നിമിഷം എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ അല്ലാഹ്. ആ സഹാബിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ അനുഭവിച്ചറിഞ്ഞ സഹാബത്തിന് ആ നേതാവിന്റെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവരും സ്വന്തം കണ്ണിനേക്കാൾ അവർ വില കൽപ്പിച്ചു പോയി. അവരെ കാഴ്ചയേക്കാൾ അവർ വില കൽപ്പിച്ചു പോയി. അവരെ ജീവിതത്തെക്കാൾ അവർ വില കൽപ്പിച്ചു പോയി. അതുകൊണ്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ കൂടെ നടന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൃത്തം കൊള്ളുന്നില്ല. ഒരു സമയം നബി തങ്ങളെ മുന്നിൽ നടക്കും, പിന്നിൽ നടക്കും, വലത്ത് നടക്കും, അടുത്ത് നടക്കും. എന്താ കാരണം? എന്റെ നേതാവിനൊരു സൂചി പോലും ശരീരത്തിൽ തറച്ചിട്ട് ഒരു പ്രയാസം അനുഭവിച്ചുകൂടാ. എനിക്ക് എന്ത് പ്രയാസം വന്നെങ്കിൽ പോലും അവിടത്തേക്കൊരു പ്രയാസം വന്നുകൂടാ. കാലിൽ വന്ന് പാമ്പ് കടിച്ചിട്ട് വേദനിപ്പിച്ചപ്പോലും ആ നേതാവിന്റെ ഉറക്കം നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചിട്ട് വേദന കടിച്ചിറക്കി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്താ കാരണം? ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ അവിടുത്തെ അറിഞ്ഞപ്പുണ്ടായ മഹബത്താണ്. ആ ഒരു സ്നേഹം സഹാബത്തിനുണ്ടാകാൻ കാരണം അവിടുത്തെ യഥാർത്ഥത്തിൽ അറിഞ്ഞതുകൊണ്ടാ. ആ മുആദിതങ്ങൾ വിട പറയാ നിൽക്കുന്ന സമയത്ത് വേദനയോടെ അവിടുത്തെ കണ്ണിലേക്ക് നോക്കുമ്പോ തങ്ങൾക്ക് മുആദ് തങ്ങളോട് പറയാനുള്ളത്, മുആദ് തിരിച്ചു വരുമ്പോ എന്നെ കാണൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ബേജാറാകേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. ആ വാക്ക് 1400 കൊല്ലം കഴിഞ്ഞ് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും സമാധാനമാണ്, നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള വാക്കാണ്. മുആദ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണ് എന്നറിയോ? ഓ മുആദ്, ഞാനുമായി ഏറ്റവും നല്ല കണക്ഷൻ ഉള്ളത് ആർക്കാണ് എന്നറിയോ? നിങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി ആരാ? അവനോടാണ് എന്നല്ല. നിങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ ഫഖീറാരാ? അവനോടാണ് എന്നല്ല. നിങ്ങളെ നാട്ടിലെ കൂലിപ്പണിക്ക് പോകുന്നവനാരാ? അവനോടാണ് എന്നാണോ? അല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, അവിടെ എന്റെ നോട്ടം തഖ്വയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തഖ്വയുണ്ടോ? ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പണം എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ സ്വർഗം കൊടുക്കാനല്ലാതെ സ്വർഗം തടയപ്പെടാൻ കാരണമായിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗം തടയപ്പെടാൻ കാരണമായിട്ടില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഫഖീറാ, വെറും പാവപ്പെട്ടവന്, അടിമയായി ഇസ്ലാമിലേക്ക് വന്നയാളാ.
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തികമായ ഭദ്രതക്കുറവ്, ഫുഖറായി അടിമയായി ജീവിച്ചതിന്റെ പേരിൽ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടിട്ടില്ല. ബിലാലെ, നിങ്ങൾ സ്വർഗത്തിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വിവരമുള്ളവനെന്നോ വിവരമില്ലാത്തവനെന്നോ വ്യത്യാസമില്ല. എവിടെയാ വ്യത്യാസം വേണ്ടത് എന്നറിയോ? അത്തഖ്വാ ഹാഹുനാ, തഖ്വാ ഹാഹുനാ, തഖ്വാ ഹൗലാ. തഖ്വ തലപ്പാവിലല്ല, തഖ്വ കുപ്പായത്തിലല്ല, തഖ്വ നീളത്തിലല്ല, തഖ്വ കുപ്പായത്തിന്റെ ഭംഗിയിലല്ല, തഖ്വ വണ്ടിയുടെ വലുപ്പത്തിലല്ല. അത്തഖ്വാ ഹാഹുനാ, തഖ്വാ ഹാഹുനാ, തഖ്വാ ഹൗലാ. വലിയ കോടീശ്വരനായി ജീവിച്ചപ്പോഴും രാവിലെ ഒരുങ്ങിയിരിക്കുന്ന ഭക്ഷണം കാണുമ്പോ പാവപ്പെട്ടവരെ ഓർത്തിട്ട് അല്ലാ, വേലക്കാരൊരുക്കി വെച്ച ഭക്ഷണം കാണുമ്പോ പാവപ്പെട്ടവൻ പട്ടിണി കിടന്നിട്ട് സ്വർഗം സമ്പാദിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് വേലക്കാരൊരുക്കി വെച്ച ഭക്ഷണം വേണ്ടാന്ന് പ്രഖ്യാപിച്ചു നോമ്പ് പ്രഖ്യാപിച്ച ഈമാനില്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഈമാൻ. എന്താണ് ഈമാൻ? ഒരുക്കി വെച്ച നല്ല ഫലപുഷ്ടമായ പല രൂപത്തിലുള്ള ഭക്ഷണം കാണുമ്പോ സുന്നത്തായ നോമ്പെടുക്കാൻ അവസരം കിട്ടിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, അല്ലാഹ് മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയില്ലാതെ, കഫൻ തുണി തികയാത്തതിന്റെ പേരിൽ പുല്ല് പോലെയുള്ള വസ്തു വെച്ചിട്ട് കാലിന്റെ ഭാഗം മറവ് ചെയ്തിട്ട് കൊണ്ടുപോയി ഖബറിൽ വെച്ച സഹാബത്തുണ്ടല്ലോ. എനിക്ക് എന്റെ റബ്ബ് എത്രയാ നിഅമത്ത് തന്നത്, എനിക്കൊരു സുന്നത്ത് നോമ്പെടുക്കാനെങ്കിലും കഴിയണ്ടേ എന്ന് ചിന്തിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപനമാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങൾ സ്വർഗ്ഗത്തിലാണ് കേട്ടോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പണം കണ്ടിട്ടല്ല, അവിടുത്തെ ദുന്യാവ് കണ്ടിട്ടല്ല, തഖ്വ കണ്ടിട്ടാണ് കേട്ടോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ബിലാൽ ഇബ്നു റബാഹ് തങ്ങളാകും നേടിവയൊക്കെ ആ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ. എന്താ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ ക്വാളിറ്റി എന്നറിയോ? വീട്ടിന്റെ കൊട്ടാരത്തിന്റെ മണിമൂലികയുടെ വലുപ്പമല്ല, അവിടുന്ന് യാത്ര ചെയ്ത വാഹനത്തിന്റെ വലുപ്പമല്ല, മറിച്ചോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനുള്ള ക്വാളിറ്റി എന്താണ്? അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹനെ ഭയപ്പെടുന്ന ഹൃദയമുണ്ടോ? റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച ഹൃദയം കാണാനുണ്ടോ? അവന് സ്വർഗം കിട്ടിപ്പോയി. വല്ലാഖിബത്തുൽ മുത്തഖീൻ. അവസാന വിജയം പണക്കാരനാണ് എന്നാണോ? അല്ല. അവസാന വിജയം പാവപ്പെട്ടവനാണ് എന്നാണോ? അല്ല. അവസാന വിജയം മുതലാളിക്കാണ് എന്നാണോ? അല്ല. അവസാന വിജയം തൊഴിലാളികൾക്കാണ് എന്നാണോ? അല്ല. അവസാന വിജയം അടിമകൾക്കാണ് എന്നാണോ? അല്ല. അവസാന വിജയം ഉടമകൾക്കാണ് എന്നാണോ? അല്ല. അവസാന വിജയം ഒരാൾക്കാണ്. അതാരാണെന്നല്ലേ? അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മഹാന്മാരിൽ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹീങ്ങളിൽ അവർക്ക് ഒരുങ്ങുന്ന ലോകമാണ് സ്വർഗ്ഗം. ആ സ്വർഗത്തിനാ ഉപ്പമാരെ സമ്പാദിക്കേണ്ടത്, ആ സ്വർഗത്തിനാ ഉമ്മമാരെ അധ്വാനിക്കേണ്ടത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. ചെറുപ്പക്കാർക്കൊന്ന് മജ്ലിസിലേക്ക് അടുത്തു വന്നു. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്നേഹത്തെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ വയലുകൾ കേൾക്കുന്ന ഉപ്പമാരെ, ആ സ്നേഹം കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്ത് കിട്ടി എന്നാ പറയാനുള്ളത്?
അത് കൊടുത്തതിന്റെ പേരിൽ പകരം എന്ത് കിട്ടിയെന്നാ പറയാനുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അടുത്തുപോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് കിടക്കണം. എവിടെയാ കിടക്കേണ്ടത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചാരത്ത് കിടക്കണം. കാരണം ജീവിതകാലത്ത് കൂടെ ഒട്ടിച്ചേർന്ന് ജീവിച്ചയാളല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വഫാത്തിന്റെ ശേഷം അവിടെ നിന്ന് കിടക്കുന്ന റൗളാ ശരീഫിന്റെ ചാരത്ത് കിടക്കണമെന്ന ചിന്തയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യാറില്ലേ? അല്ലാഹ് ജന്നത്തുൽ ബഖീൽ അടങ്ങാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്തിനാ ദുആ ചെയ്യുന്നത് എന്നറിയോ? നേതാവിന്റെ പരിസരത്ത് കിടക്കുമ്പോ, ജന്നത്തുൽ ബഖീൽ കിടക്കുമ്പോ, അതെ അവിടെ ശിക്ഷയില്ലാത്തൊരു ഖബർ കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ടാണ്. ആ റൗളാ ശരീഫ് ഒന്ന് നോക്കിക്കിടക്കാനുള്ള അവസരം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പഠിപ്പിച്ച പാഠമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പാഠമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയപ്പോൾ അവിടെ നിന്ന് കിടക്കാൻ ആശിച്ചത് നബി തങ്ങളെ ചാരത്താണ്. പക്ഷേ സ്വഹാബത്തിന് മറവ് ചെയ്യണമെങ്കിൽ ആ നേതാവിന്റെ പെർമിഷൻ വേണമല്ലോ, സമ്മതം കിട്ടേണ്ടതുണ്ടല്ലോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ജനാസയുമായി സഹാബത്ത് മദീനത്തെ റൗളാ ശരീഫിന്റെ ചാരത്തെത്തിപ്പോയി. അവിടുത്തെ റൗളാ ശരീഫിന്റെ പടിവാതിക്കലിൽ വെച്ച് സഹാബത്ത് പറയുന്നു, ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ഉറ്റ കൂട്ടുകാരൻ അബൂബക്കർ വന്നിട്ടുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു സഹാബത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ ഒന്ന് ശബ്ദം കേൾക്കുന്നത്, അദ്ഖിലിൽ ഹബീബ് ഇലൽ ഹബീബ്. പ്രിയപ്പെട്ട ഹബീബിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഹബീബിനെ കൊണ്ടുവന്ന് ചേർത്തോളൂ, എന്റെ അടുക്കലേക്ക് പ്രവേശിപ്പിച്ചോളൂ. കൂട്ടുകാരന് സ്വാഗതമോദിപ്പോയി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, കൊടുത്താൽ കിട്ടുന്ന സ്നേഹമാണ് ആ നേതാവിന്റെ സ്നേഹം. നമ്മൾ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാണുന്ന സ്നേഹം നിങ്ങൾ കണ്ടില്ലേ? ഭർത്താവ് ഭാര്യനെ വഞ്ചിക്കുകയാണ്, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുകയാണ്, സ്വന്തം മക്കളെ പോലും കൈയൊഴിഞ്ഞിട്ട് നല്ല സുഖസുന്ദരമായ ജീവിതം കഴിച്ചിട്ട് ഏതോ മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ മടി തോന്നാത്ത ഉമ്മമാരായി പങ്ങന്മാര് ചിലരെങ്കിലും അതപ്പതിച്ചു പോകുന്നൊരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ കൊടുത്തോ, നഷ്ടപ്പെടാത്ത ലോകത്തേക്ക് സമർപ്പിച്ചോ, നിങ്ങളുടെ സ്നേഹം ഒരിക്കലും നഷ്ടമായി പോകൂല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ നിലക്ക് സ്നേഹം കൊടുത്തപ്പോ വഫാത്തിന്റെ ശേഷം നൽകിയ പരിഗണനയാണ് ഞാൻ പറഞ്ഞത്. അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ പ്രിയപ്പെട്ട ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് കൊണ്ടുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തില്ലേ? അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിക്കുന്നത്. മരണത്തോടടുക്കുന്ന സമയം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആഗ്രഹിക്കുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയും നബി തങ്ങളുടെയും ചാരത്ത് കിടക്കണം ഉമറിന്. എന്താണ് വഴി? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്മതം വേണം. സ്വന്തം ബാപ്പക്കും സ്വന്തം ഉമ്മാവിനും സ്വന്തം ഭർത്താവിനും കൂടെ കിടക്കണമെന്ന് ആയിഷ ബീവിക്ക് താല്പര്യമുണ്ടാകും. പക്ഷേ അവിടെ എനിക്ക് കിടക്കാൻ അവസരവും കിട്ടുമെങ്കിലോ എന്നാശിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളെ വിട്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ഒരു ഖബർ കൂടി അവിടെ വെക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ആയിഷ ബീവി എനിക്ക് സമ്മതം തരുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തുപോയി. സമ്മതം കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ജനാസയുമായി മദീനത്തെ പള്ളിയിൽ റൗളാ ശരീഫിന്റെ ചാരത്തെത്തിയിട്ട് റൗളാ ശരീഫിന്റെ ചാരത്ത് അവിടുത്തെ ജനാസ വെച്ചിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് കാത്തിരിക്കുന്നു. അപ്പോഴാണ് റൗളാ ശരീഫിന്റെ ഉള്ളിലുള്ള ശബ്ദം, അദ്ഖിലിൽ ഹബീബ അലൽ ഹബീബ്. ഹബീബായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആ ഹബീബിനെയും കടത്തിക്കോളൂ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ സ്ഥലം നൽകപ്പെട്ടു പോയി. സ്നേഹം കൊടുത്തപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ശേഷവും പ്രതികരിച്ചു എന്നാണ് ഞാൻ പറയുന്നത്.